ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനങ്ങളും H1B വിസയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കാരണം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം കടുത്ത ആശങ്കയിലാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളും അവരുടെ ഭാവിയെയും ഈ പുതിയ നയങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി US-ഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. H1B വിസ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? ട്രംപ് ഭരണകൂടം അടുത്തിടെ പ്രഖ്യാപിച്ച H1B വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അമേരിക്കയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ H1B വിസ അപേക്ഷകർക്ക് $1 ലക്ഷം ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനം തന്നെയാണ് കാരണം. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളെ പോലും ഞെട്ടിച്ചുവെന്ന് തുറന്ന് അവർ പറയുന്നു. ഇതൊരു വാർഷിക ഫീസല്ല, ഒറ്റത്തവണ മാത്രമുള്ളതാണെങ്കിലും ഈ നടപടി വിവേകരഹിതമായ നയം ആണെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഈ ഫീസ് വർധനവ് നേരിട്ട് ബാധിക്കുന്നത് അമേരിക്കയിലെ ടെക് കമ്പനികളെയാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ് H1B വിസയിലുള്ളവരിൽ ഭൂരിഭാഗവും. ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ഹ്രസ്വകാലത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ ഗുണകരമാകുമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിന് അവർ പറയുന്ന കാരണം അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കാതെ വരുമ്പോൾ അവർ സ്വാഭാവികമായും ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തും, ഗവേഷണ വികസന കേന്ദ്രങ്ങൾ തുറക്കും. അടുത്തതായി വ്യാപാര തർക്കങ്ങളും വികസനവും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ടെക് കമ്പനികൾ. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം സാമ്പത്തിക മേഖലയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവന വമ്പിച്ചതാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളുടെ സിഇഒമാരും പ്രമുഖ സർവകലാശാലകളുടെ ചാൻസലർമാരും ഉൾപ്പെടെ എത്രയോ പ്രമുഖർ ഇന്ത്യൻ വംശജരാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും തെറ്റായ ദിശയിലേക്കാണ് നയിക്കുന്നതെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇത് ഇന്ത്യയിലെ തൊഴിലാളികളെ മാത്രമല്ല അമേരിക്കൻ ഉപഭോക്താക്കളെയും ദോഷകരമായി ബാധിക്കും. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അടുത്തിടെ പുനരാരംഭിച്ചതായി സൂചനകൾ ഉണ്ട്. ലോകവേദിയിൽ ഇന്ത്യയുടെ പങ്ക്. വാണിജ്യ തർക്കങ്ങൾ ഉണ്ടായാലും തന്ത്രപരമായ ബന്ധം ശക്തമായി തുടരണമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ട്രംപിനോട് ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുടിനുമായും സെലൻസ്കിയുമായും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാമെന്ന് അമേരിക്കക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ലോകവേദിയിൽ ഇന്ത്യക്ക് തൻ്റെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ഇത്. ഇതോടെ സമാധാനപരമായ നയങ്ങളിലൂടെ ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇന്ത്യ മുന്നിൽ നിൽക്കണമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ഭീകരവാദവും പാകിസ്ഥാനും. അമേരിക്കക്കാർ തുറന്നു പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനും സമാനമായ രാജ്യങ്ങളെയല്ല. ഇന്ത്യ ഒരു വളരുന്ന ശക്തിയാണ്. പക്ഷേ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര കലഹങ്ങളും ഭീകരവാദ ഭീഷണിയും നേരിടുന്ന രാജ്യമാണ്. ഭീകരവാദ ആക്രമണങ്ങൾ കൂടുതലായും പാകിസ്ഥാനിലാണ്. അതിനാൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളെ നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സഹകരണം US-ന് വളരെ പ്രധാനപ്പെട്ടതായി അവർ കാണുന്നു. സൗദി പാകിസ്ഥാൻ സഖ്യം. US ആശങ്കയിലാണ്. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ സൈനിക സഖ്യത്തെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് ഗൗരവമായ ആശങ്കയുണ്ട്. അവരുടെ വിലയിരുത്തൽ സൗദിയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾ പാകിസ്ഥാനൊപ്പമല്ല, മറിച്ച് ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന ജനാധിപത്യ സമ്പദ് വ്യവസ്ഥകളോടൊപ്പമാകണം. ഒടുവിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കുന്ന താരിഫ് പ്രശ്നങ്ങളും വിസ നിയന്ത്രണങ്ങളും താൽക്കാലിക തിരിച്ചടികൾ മാത്രമായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും എന്നും അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.